കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്തിനാടി അവന്റെ മുമ്പിൽ പൂങ്കണ്ണീര് പൊഴിച്ചു കാണിക്കുന്നേ? അവൻ എന്താ പറഞ്ഞെന്ന് പറയടി. താലി കെട്ടിയത് നിനക്കാണെന്ന് പറഞ്ഞോടി. ഇനി രണ്ടാളും കൂടെ ഇവിടുന്നെങ്ങാനും മുങ്ങാനുള്ള പദ്ധതിയാണോ? പറയടി. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതല്ലേ നിന്നെ ഞാൻ പടിയടച്ച് പിണ്ടം വെച്ചത്. ഇത് വലിയ ശല്യമായല്ലോ. പിന്നെ നിന്നെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചിരിക്കുന്നു. അച്ഛമ്മ എന്തൊക്കെയാ പറയുന്നത്? അത്രയ്ക്കും വലിയ ക്രൂരത ഞാൻ എന്താ ചെയ്തേ? എന്റെ അനിയത്തിയുടെ ജീവിതം ഞാൻ തകർക്കുന്നു തോന്നുന്നുണ്ടോ? ഇതുവരെ ഞാൻ തന്ന വാക്ക് തെറ്റിക്കും പോലെ ഞാൻ നടന്നിട്ടില്ല. ദേവേട്ടൻ പറഞ്ഞതൊക്കെ കേട്ടെന്നേ ഉള്ളൂ. തിരിച്ച് ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ദേവേട്ടനെ ഫോൺ ചെയ്തെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ ഫോൺ എടുക്കാൻ പോലും നിൽക്കില്ലായിരുന്നു. ഈ വീടിന് ചീത്തപ്പേരുണ്ടാക്കുന്ന കാര്യങ്ങളോ അച്ഛന്റെ അഭിമാനം കളയുന്ന കാര്യങ്ങളോ സ്വപ്നത്തെ പോലും ഞാൻ ചിന്തിക്കില്ല. എനിക്കതിന് കഴിയേയില്ല. അക്കാര്യത്തിൽ അച്ഛമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം. ഹലോ, ഞാൻ അടുത്തിരുന്നാ മതി. താനെ എഴുന്നേറ്റ് പൊക്കോളും. അപ്പൊ പയ്യെ ആ ബുക്ക് കൈക്കലാക്കാം. ഇതിനകത്ത് ഫോട്ടോ ഇല്ലല്ലോ. അപ്പോ അയാളത് കണ്ടു കാണൂ. കണ്ടാല് പ്രതികരണം ഇങ്ങനെ ആയിരിക്കില്ലല്ലോ. പിന്നെ ഫോട്ടോ എവിടെ പോയി? Sugar
നോക്കി നിന്നത് മതി. കാര്യം എന്താന്ന് പറ. ഒറ്റ നോട്ടത്തിൽ കവർന്നെടുക്കാൻ പറ്റുമോ ഓർമ്മളെ? ആരെയും മോഹിപ്പിക്കുന്ന ഈ സൗന്ദര്യം. അതെത്ര നേരം ആസ്വദിച്ചാലും മതിയാവില്ലല്ലോ ഓർമ്മളെ. സൗന്ദര്യമുള്ള സ്ത്രീകൾ ഈ ലോകത്ത് ഒരുപാടുണ്ട്. എന്നാൽ ആ സൗന്ദര്യം കൊണ്ട് ലോകത്തെ തുലാസിലേറ്റാൻ പറ്റിയ റാണിമാർ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. ആ റാണിമാർക്കിടയിലെ മഹാറാണിയാണ് ഊർമിള. നിന്നെ ഇങ്ങനെ കണ്ടോണ്ടിരുന്നാൽ മതി, മനസ്സും ശരീരവും നിറഞ്ഞു കവിയും. അതിന്റെ സുഖമൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്നാലും ഈ സൗന്ദര്യം കാട്ടാറ് പോലെ ഒഴുകി ആർക്കുമില്ലാതെ ആഴിയിൽ പതിക്കുന്നതാണ് എന്റെ വിഷമം. അതായത് ഇത്രയേറെ സൗന്ദര്യമുള്ള റാണിയെ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ റാണിയെ കയ്യിൽ ഒതുക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷേ രാജ്യമുള്ളവന്റെ കയ്യിൽ മാത്രമേ അത് ഒതുങ്ങൂ. കാര്യം പിടികിട്ടിയല്ലോ, അപ്പൊ അതിന് ശ്രമിക്കും. രാജ്യം പിടിച്ചടക്കിയ റാണിയെ സ്വന്തമാക്കാനുള്ള പടവെട്ട് ഞാൻ എന്നേ തുടങ്ങി. ഹലോ, നമസ്കാരം വർമ്മേ. നമസ്കാരമുണ്ട്. പറയൂ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു? ദൈവം സഹായിച്ച് എല്ലാവരും നന്നായിരിക്കുന്നു വർമ്മ. അവിടെ എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നു. ഒരു കാര്യം പറയാണ്ടായിരുന്നു. നാളെ വീട്ടിൽ വരലക്ഷ്മി പൂജയുണ്ട്. മോളെ വിളിച്ചുകൊണ്ട് വരണം. വർമ്മ സമ്മതിച്ച? അയ്യോ, ഇതിൽ എന്റെ അനുവാദത്തിന്റെ ആവശ്യം എന്താ? രാമന്റെ മോളെ ഇഷ്ടമുള്ളപ്പോ വന്ന് കൂട്ടിക്കൊണ്ടു പോകാലോ. കൊതി തീരുന്നവരവിടെ നിർത്തുകയും ചെയ്യാം. വളരെ നന്ദിയുണ്ട് വർമ്മേ. കാലത്ത് എന്നെ മോളെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നോളാം. അതിനുവേണ്ടി രാമൻ ബുദ്ധിമുട്ടണമെന്നില്ല. അവിടെ പൂജയുടെ കാര്യങ്ങളും മറ്റും നോക്കാനല്ലേ മോളെ ഞങ്ങൾ കൊണ്ടുവന്ന് വിട്ടോളാം. വലിയ ഉപകാരം വർമ്മേ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. സുലേഖേ. എന്താ രാമേട്ടാ? ഞാനിപ്പോ വർമ്മയോട് സംസാരിച്ചേ ഉള്ളൂ. കാലത്ത് തന്നെ ശ്രേയമോളെ അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് ചെന്ന് ബുദ്ധിമുട്ടണ്ടെന്ന് പറഞ്ഞു. അത് നന്നായി. കല്യാണം കഴിഞ്ഞ് അവൾ ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. ഒരു കുറവില്ലാണ്ട് നോക്കിക്കോണം. ഞാൻ നോക്കിക്കളാം ഏട്ടാ. ശ്രേയ വരുന്നുണ്ട് മോളെ. അവളുടെ കല്യാണം കഴിഞ്ഞ് പോയ പിന്നെ നിന്റെ മുഖം തെളിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. 3-4 ദിവസം അവൾ ഇവിടെ തന്നെ ഉണ്ടാവും. നിനക്ക് സന്തോഷമായല്ലോ അല്ലേ? അവളുടെ മുഖത്തെ വാട്ടം അതുകൊണ്ടല്ലടാ. ശ്രേയമോള് മാത്രമേ വരുന്നുള്ളോ അതോ ദേവന്മോനും കൂടെ വരുന്നുണ്ടോ? അങ്ങനെ അവള് മാത്രമായിട്ട് അയക്കില്ലല്ലോ അമ്മേ. ദേവന്മോനും ഉറപ്പായിട്ട് കൂടെ ഉണ്ടാവും. രാമന്റെ ഫോൺ ഉണ്ടായിരുന്നു. നാളെ ശ്രേയമോളെ ഒന്ന് അവിടം വരെ കൂട്ടിക്കൊണ്ടു പോകണം അത്രേ. അല്ല, പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു തീരുമാനം? അവിടെ വരലക്ഷ്മി പൂജയുണ്ട്. അപ്പൊ ശ്രേയമോളും അവിടെ തന്നെ വേണ്ടേ? 3-4 ദിവസം കഴിയുമ്പോ അവരവളെ തിരിച്ചിങ്ങ് കൊണ്ടുവിട്ടോളൂല്ലോ.
എന്താ കൗസല്യേ, മോളെ അവളുടെ വീട്ടിലേക്ക് വിടുന്ന കാര്യം പറഞ്ഞപ്പോ നിന്റെ മുഖം പാടിയല്ലോ. എന്താ തനിക്ക് മരുമോളെ പിരിയാൻ പറ്റാത്തത്ര ഇഷ്ടമായോ? ദേവൻ സ്നേഹിച്ചത് മറ്റാരെയാണ്. അവന്റെ മനസ്സിൽ നിന്ന് അത് മായണമെങ്കിൽ ശ്രേയ എപ്പോഴും അവന്റെ കൂടെ തന്നെ വേണം. അവന്റെ കൺമുമ്പ് ഇന്ന് ഒരിക്കലും മാറരുത്. എന്താ മോളെ ഇത്? കാര്യങ്ങളൊക്കെ വേഗം ആട്ടെ. ശ്രേയമോൾ ഇങ്ങ് വരാൻ നേരായി. ദേ വന്നു. ശ്രേയമോളിങ്ങ് എത്തിയല്ലോ. ശ്രേയ വാ വാ. സുഖായിരിക്കുന്നു മോളെ? സുഖായിരിക്കുന്നു മോളെ. സുഖാണോ? എത്ര നാളായി കണ്ടിട്ട്. അച്ഛമ്മേ. ദേവൻ മോൻ വന്നില്ലേ മോളെ? വരാന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛാ. സുഖായിരിക്കുന്നു ശ്രേയെ? സുഖായിരിക്കുന്നു ചേച്ചി. ആ, അവക്ക് പരമസുഖം തന്നെയാ. നീ അതൊക്കെ എടുത്തോണ്ട് പോയി എവിടെയെങ്കിലും വെക്കാൻ നോക്ക്. ചെല്ലേ, നീ അതൊക്കെ എടുത്തോണ്ട് പോയി അകത്തോട്ട് വെച്ചേക്ക്. മരുമോള് വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോ ആരെങ്കിലും ഇതൊക്കെ ചെയ്യൂ? ഇവിടെ എന്തൊക്കെ പലഹാരങ്ങളെ ഇങ്ങോട്ടേക്ക് അയച്ചേക്കണേ. ഇതൊക്കെ നമ്മുടെ ഭാഗ്യം അമ്മേ. എന്റെ ശ്രേയമോൾക്ക് ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗമുണ്ട്. ഗജകേസരി യോഗമുള്ള ജാതകമാണേ. ഇവളുടെ കാര്യത്തിൽ ദൈവം അങ്ങനെ ഒരു മുട്ടും വരത്തില്ലടാ. അതുമാത്രം പോരല്ലോ, കേറി ചെന്ന് വീട്ടില് ഇവളും കൂടെ നോക്കിയും കണ്ട് നിക്കണ്ടേ. മോളെ ശ്രേയെ, ദേവന്റെ അച്ഛനും അമ്മയും ബന്ധുക്കളെല്ലാം നന്നായി തന്നെയല്ലേ പെരുമാറുന്നേ? അവിടുത്തെ കാര്യങ്ങളൊക്കെ നീ നോക്കുന്നുണ്ടല്ലോ. ഇവിടെ നീ സൂര്യൻ ഉച്ചയിലാവുമ്പോ എഴുന്നേക്കുന്ന പോലെ തന്നെയാണോ അവിടെ എഴുന്നേക്കുന്നേ? അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? ഇരുട്ട് വെളുത്തിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോഴേക്കും എഴുന്നേക്കണം. എപ്പോഴും പൂജയും ചടങ്ങുകളും എന്തൊക്കെയോ കാര്യങ്ങളാ. അങ്ങനൊന്നും പറയാൻ പാടില്ല. പെൺകുട്ടികളായ അങ്ങനെ വേണം. കേറി ചെല്ലുന്ന വീട്ടിലെ ആചാരങ്ങളും ചടങ്ങുകളും എല്ലാം ശീലിക്കണ്ടേ? അതൊക്കെ അവള് ശീലിച്ചോളും. നീ കേറി പോവാൻ നോക്ക്. ചെല്ലടി. മോളെ, നീ അവിടെ നിക്ക്. അച്ചമ്മയോട് പറ. അവിടെയുള്ളവരൊക്കെ നിന്നോട് സ്നേഹത്തിൽ തന്നെയല്ലേ? എന്താ അവര് പറയുന്നേ? ഓ, അവിടുത്തെ കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാ. എപ്പോഴാ പിടിക്കപ്പെടുകയെന്നറിയില്ല. പേടിച്ചു പേടിച്ച ഓരോ ക്ഷണവും അവിടെ തള്ളി നീക്കുന്നത്. പിടിക്കപ്പെടാൻ എന്തിരിക്കുന്നടി? അങ്ങനെ എന്താ ഉണ്ടായേ? അച്ഛമ്മയുടെ കാര്യം പറയണോ? പിന്നെ ആദ്യം തൊട്ട് കിഴിച്ച് ചോദിക്കും. ഞങ്ങൾക്കിടയിൽ ഒന്നും നടന്നിട്ടില്ലെന്ന് പറഞ്ഞ അത് മതി എല്ലാരോടും പറഞ്ഞു നടക്കാൻ. പറഞ്ഞ് എന്തെങ്കിലും നടത്തിക്കുകയും ചെയ്യും. നീ എന്താ പെണ്ണെ മിണ്ടാതെ നിൽക്കുന്നേ? എന്താ ഉണ്ടായേ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നേരം വെളുക്കുന്നതിന് മുമ്പ് എഴുന്നേക്കുന്നത് എനിക്ക് ശീലമില്ലല്ലോ. എങ്ങാനും ഉറങ്ങിപ്പോയാലോ എന്ന് പേടിച്ച് എനിക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റാറില്ല. ഓ, അത്രേ ഉള്ളോ? ഞാൻ വേറെന്തെങ്കിലും ആയിരിക്കും ഓർത്ത് പേടിച്ചു പോയി. വരലക്ഷ്മി പൂജ എത്ര നല്ലതാന്നറിയോ? അതോടെ എല്ലാ പ്രശ്നവും തീരും. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ള സ്നേഹവും കൂടും. പൂജ തുടങ്ങാനുള്ള വട്ടങ്ങളൊക്കെ കൂട്ടിയിട്ട് കുറെ നേരമായി. ആ, മോള് വന്നേ.
എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിയെ? പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയെ പോലെ. ദേവമ്മ വരുന്നുണ്ടെന്നാ പറഞ്ഞേ. ഈ അനാഥപ്പുഴുവിനെ എന്തെങ്കിലും പറഞ്ഞ് ഇവിടുന്ന് ഓടിക്കണമല്ലോ. നീ എന്തിനാടി ഈ പൂജ നടക്കുന്നിടത്ത്? അടുക്കളയിലെ ജോലിയൊക്കെ ആര് ചെയ്യും? ചെല്ല. എന്തിനപ്പോ അവൾ ഓടിക്കുന്നത്? അവളും ഈ വീട്ടിലെ കുട്ടിയല്ലേ, ഇരുന്നോട്ടെ. പിന്നെങ്ങാനും വന്നിരുന്നോട്ടെ, പണിയൊക്കെ ബാക്കി കിടക്കുകയല്ലേ. ഇതുവരെ പടിപ്പുരയില് തോരണം കെട്ടിയിട്ടില്ല. ചെന്ന് കെട്ടടി പെണ്ണേ. ശരി അച്ഛമ്മേ. കിളവിയുടെ ഉദ്ദേശം എനിക്ക് പിടികിട്ടി. ദേവൻ ചേട്ടൻ കാണാതിരിക്കാനല്ല അച്ഛമ്മ ചേച്ചി ഇങ്ങനെ ഓടിക്കുന്നേ. ഓടിക്കും തോറും ദൈവം അവരെ കൂട്ടിച്ചേർത്തോളൂ. സുഖായിരിക്കുന്നു മോളെ? ആനന്ദമഴയിൽ ഇരുദേഹം നനഞ്ഞു, ആകാശഹൃദയം ഇരുജീവൻ. മൽഹാറിലെ വെൺമേഘമേ, വെൺപൂവലഴകായി പെയ്തു നീ. മണിമുത്തുകൾ നീ കോർത്തു, മഴവില്ലിനഴകായി നീ. മൽഹാറിലെ വെൺമേഘമേ, മഞ്ഞോലുമഴകായി പെയ്തു നീ. വൈദേഹി, എനിക്ക് നിന്നോട് സംസാരിക്കണം വൈദേഹി. ഞാൻ ഇവിടേക്ക് വന്നത് തന്നെ അതിനു വേണ്ടിയാ. ശ്രീരാമ, ദേവേട്ടന് എന്താ ചോദിക്കാന്ന് എനിക്കറിയാം. പക്ഷെ ആ ചോദ്യങ്ങൾക്കൊന്നും എന്റെ അടുത്ത് ഉത്തരങ്ങളില്ല. ഇപ്പൊ എന്താ ചെയ്യാ? മോനിപ്പോ വന്നതേ ഉള്ളോ? ഞാനിപ്പോ വന്നേ ഉള്ളൂ. അതെന്താ പുറത്ത് തന്നെ നിക്കുന്നേ? അകത്തേക്ക് കേറി വാ, പൂജ തുടങ്ങാറായി. വാദേവ, അച്ഛനും അമ്മയൊക്കെ സുഖമായിരിക്കുന്നു? എല്ലാരും സുഖമായിരിക്കുന്നു. എന്നാ പിന്നെ പൂജ തുടങ്ങിക്കോ തിരുമേനി. തുടങ്ങിയായി.
നോവിന്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാ. ആ മോളെ, പുഷ്പങ്ങൾ അർപ്പിച്ച് നമസ്കരിച്ചോളൂ. പൂജയൊക്കെ ഭംഗിയായി സമ്പന്നായി. ഭാര്യയെ അനുഗ്രഹിച്ച് മകന്റെ കൈകൊണ്ട് പൊട്ടു തൊടിക്കാൻ. ആ ദാ ഇത് കയ്യിൽ വാങ്ങിച്ചോളൂ. കൊട്ടാരം വീട്ടിൽ വെച്ച് കൈ കൊടുത്ത മഞ്ഞൾ വരി താഴെ ഇട്ടിട്ട് പോയ ആളാ. ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യൂ ഈശ്വര. അയ്യോ മോനെ.